ഹായ്, നമ്മൾ യൂറോപ്യന്മാരുടെ വരവിലെ അവസാനത്തെ പാർട്ടിലാണ് എത്തി നിൽക്കുന്നത്. നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചും ബ്രിട്ടീഷുകാരെ കുറിച്ചും മുമ്പുള്ള ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാനുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് ആഗമനത്തെ കുറിച്ചാണ്. ഫ്രഞ്ചുകാരുടെ വരവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അവസാനമായി ഇന്ത്യയിൽ വന്ന യൂറോപ്യൻ ശക്തിയാണ് ആര്? ഫ്രഞ്ചുകാര്. അവസാനമായി ഇന്ത്യയിൽ വന്ന യൂറോപ്യൻ ശക്തി ആരാണ്? ഫ്രഞ്ചുകാരാണ്. പരന്ത്രീസുകാർ എന്നാണ് ഫ്രഞ്ചുകാർ അറിയപ്പെട്ടിരുന്നത്. എന്നാണ് പരന്ത്രീസുകാർ. പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നവരാണ് പോർച്ചുഗീസുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരാണ്. ഇനി വെള്ളക്കാർ അല്ലെങ്കിൽ വെള്ളക്കാർ അല്ലെങ്കിൽ ശീമക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷുകാരാണ്. ഫ്രഞ്ചുകാർ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? പരന്ത്രീസുകാർ. മറന്നുപോകരുത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തിയുടെ പേരെന്താണ്? കോൾബർട്ട് എന്നാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 സ്ഥാപിതമാകുന്നു. ഇത് സ്ഥാപിച്ച ആളാരാണ്? കോൾബർട്ട് ആണ്. അവസാനമായി ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യൻ ശക്തി ആരാണ്? ഫ്രഞ്ചുകാർ. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 സ്ഥാപിക്കുന്നു. കോൾബർട്ട് എന്ന വ്യക്തിയാണ് ഇത് സ്ഥാപിച്ചത്. ഇനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുമ്പോൾ ലൂയി 14 ഫ്രഞ്ച് ചക്രവർത്തി. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ സ്ഥാപിക്കുമ്പോൾ ലൂയി 14 ആര്? ഫ്രഞ്ച് ചക്രവർത്തി. ഓർത്തിരിക്കുക. ഫ്രഞ്ചുകാര് സൂറത്തിലാണ് അവരുടെ ആദ്യത്തെ ഫാക്ടറി പണികഴിപ്പിക്കുന്നത്. ഏത് വർഷം? 1668. 1668 ഫ്രഞ്ചുകാർ അവരുടെ ആദ്യത്തെ ഫാക്ടറി പണികഴിപ്പിക്കുകയാണ്. അവിടെ സൂറത്തിലാണ് അവർ പണികഴിപ്പിക്കുന്നത്. ഡയമണ്ട് സിറ്റി അറിയപ്പെടുന്ന സിറ്റിയാണ് ഇത് സൂറത്ത്. ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏത് സിറ്റിയാണ്? സൂറത്താണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരിയിലാണ്. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്രാങ്കോയിസ് മാർട്ടിൻ. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ്. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ ആസ്ഥാനം ഏതാണ്? മാഹി. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനമാണ് ഏത്? പോണ്ടിച്ചേരി. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ ആസ്ഥാനം അപ്പൊ ഏതാണ്? മാഹിയാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. 1724 ഫ്രഞ്ചുകാര് മയ്യഴിപ്പുഴയുടെ തീരത്തൊരു കോട്ട പണിഞ്ഞു, മയ്യഴിക്കോട്ട. 1724 ഫ്രഞ്ചുകാർ മയ്യഴിക്കോട്ട പണികഴിപ്പിക്കുന്നതെന്ന് ഓർത്തിരിക്കാം. 1725 മാഹി കടത്തനാട്ട് രാജാവിൽ നിന്നും ഫ്രഞ്ചുകാർ കീഴടക്കുന്നത്. അപ്പൊ മാഹി ഫ്രഞ്ചുകാർ ഏത് വർഷമാണ് പിടിച്ചടക്കിയത്? 1725. ഏത് രാജാവിന്റെ കയ്യിൽ നിന്ന്? കടത്തനാട്ട് രാജാവിന്റെ കയ്യിൽ നിന്ന് മാഹി പിടിച്ചടക്കുകയാണ് ഉണ്ടായത്. ഓക്കെ. അതുപോലെ തന്നെ ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളായിരുന്നു യാനം, കാരക്കൽ, ചന്ദ്രനഗർ, മസൂലിപട്ടണം എന്നിവ. യാനം, കാരക്കൽ, ചന്ദ്രനഗർ, മസൂലിപട്ടണം എന്നിവ ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട എന്തായിരുന്നു? കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. ഓർത്തിരിക്കുക. മയ്യഴിക്കോട്ട 1724 പണികഴിപ്പിച്ചു. കടത്തനാട്ട് രാജാവിൽ നിന്നും മാഹി 1725 പിടിച്ചടക്കി. അടുത്തത് ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധമാണേത്? വാണ്ടിവാഷ് യുദ്ധം. ഫ്രഞ്ചുകാരുടെ അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം ഏതാണ്? വാണ്ടിവാഷ് യുദ്ധമാണ്. വാണ്ടിവാഷ് യുദ്ധം നടന്ന ഏത് വർഷമാണ്? 1760. വാണ്ടിവാഷ് യുദ്ധം നടന്നത് ഏത് വർഷമാണ്? 1760. ഈ വാണ്ടിവാഷ് യുദ്ധം നടക്കുന്നത് തമിഴ്നാട്ടിലെ വന്തവാശി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. വാണ്ടിവാഷ് യുദ്ധം നടക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ വന്തവാശി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഓർത്തിരിക്കുക. ഇനി വാണ്ടിവാഷ് യുദ്ധത്തില് ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് സർ ഐർക്യൂട്ട് ആണ്. ഇംഗ്ലീഷ് സൈന്യത്തെ വാണ്ടിവാഷ് യുദ്ധത്തിൽ നയിച്ചത് ആരാണ്? സർ ഐർക്യൂട്ടും. ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് കൗണ്ട് ഡി ലാലിയുമാണ്. ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചതാരാണ്? കൗണ്ട് ഡി ലാലി. ഈ യുദ്ധം നടന്ന എവിടെയാണ്? തമിഴ്നാട്ടിലെ വന്തവാശി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ യുദ്ധത്തിന് ശേഷം വന്ന ഉടമ്പടി ഏതാണ്? പാരീസ് ഉടമ്പടിയാണ്. വാണ്ടിവാഷ് യുദ്ധത്തിന് ശേഷം വന്ന ഉടമ്പടി ഏതാണ്? നമ്മുടെ പാരീസ് ഉടമ്പടിയാണ്. മറന്നു പോകരുത്. അടുത്ത പാരീസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് 1763. ഏത് വർഷമാണ് പാരീസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത്? 1763. ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ വാട്ടർലൂ എന്നറിയപ്പെടുന്ന യുദ്ധമാണേത്? വാണ്ടിവാഷ് യുദ്ധം. തമിഴ്നാട്ടിലെ വന്തവാശിയിൽ നടന്ന വാണ്ടിവാഷ് യുദ്ധമാണ് ഇന്ത്യയിലെ വാട്ടർലൂ എന്നറിയപ്പെടുന്നത്.
അങ്ങനെ ഇരിക്കെ ഫ്രഞ്ചുകാർ 1954 ഇന്ത്യ വിട്ടു പോകുന്നത്. ഫ്രഞ്ചുകാർ ഏത് വർഷമാണ് ഇന്ത്യ വിട്ടു പോകുന്നത്? 1954. അതെന്തോ എങ്ങനെയാണ്? മാഹിയാണ് അവർ ലാസ്റ്റ് ഉണ്ടായിരുന്നത്. മാഹി അവർ വിട്ടുപോവാണ്. മാഹി വിമോചനത്തിനായി പ്രവർത്തിച്ച പ്രധാന സംഘടനയാണ് ഇത്, മയ്യഴി മഹാജനസഭ. ഏതാണ്? മയ്യഴി മഹാജനസഭയാണ് മാഹി വിമോചനത്തിനായി സംഘടിപ്പിച്ച അല്ലെങ്കിൽ പ്രവർത്തനം സംഘടിപ്പിച്ച പ്രധാന സംഘടന. മയ്യഴി വിമോചനത്തിന് പ്രധാനമായും പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? IK കുമാരൻ മാസ്റ്റർ. മയ്യഴി വിമോചനത്തിനായിട്ട് പ്രധാനമായും പ്രവർത്തിച്ച വ്യക്തി ആരാണ്? IK കുമാരൻ മാസ്റ്റർ ആണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? IK കുമാരൻ മാസ്റ്റർ ആണ്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. 4 ഓപ്ഷൻസ് ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കാം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്. ഓക്കെ. ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സൂറത്താണ്. ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ സൂറത്താണ്. അടുത്ത ഫ്രഞ്ചുകാരുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവന നിങ്ങളൊന്ന് ചൂസ് ചെയ്തേക്കാം. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം മാഹിയാണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിനാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. 1724 ഫ്രഞ്ചുകാർ മയ്യഴി കോട്ട പണിയെഴുപ്പിച്ചത്. ഇതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ബിയും സിയും ഡിയും ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഫ്രഞ്ചുകാരെ കുറിച്ച് ഒന്നുകൂടെ നോക്കി വന്നാലോ? നമുക്ക് ഓടിച്ചൊന്ന് നോക്കി വരാം. അവസാനമായി ഇന്ത്യയിൽ വന്ന യൂറോപ്യൻ ശക്തിയാണ് ആര്? ഫ്രഞ്ചുകാർ. അവസാനമായിട്ട് ഇന്ത്യയിൽ വന്ന യൂറോപ്യൻ ശക്തി ആരാണ്? ഫ്രഞ്ചുകാരാണ്. പരന്ത്രീസുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 സ്ഥാപിതമായത്. ഇത് സ്ഥാപിച്ചത് കോൾബർട്ട് എന്ന വ്യക്തിയാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുമ്പോൾ ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്നത് ലൂയി 14 ഫ്രഞ്ചുകാർ ആദ്യത്തെ ഫാക്ടറി പണിയെടുപ്പിച്ചത് എവിടെയാണ്? സൂറത്തിലാണ്. 1668 ആദ്യത്തെ ഫാക്ടറി പണിയെടുപ്പിക്കുന്നത്. ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും സൂറത്താണ്. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിനാണ്. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ ആസ്ഥാനം മാഹിയാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണെന്നോട് ഓർത്തിരിക്കുക. 1724 മയ്യഴി കോട്ട പണിയെഴുപ്പിച്ചത് ആര്? ഫ്രഞ്ചുകാര്. 1725 മാഹി ഏത് രാജാവിൽ നിന്നാണ് ഫ്രഞ്ചുകാർ പിടിച്ചടക്കിയത്? കടത്തനാട്ട് രാജാവിൽ നിന്ന് പിടിച്ചടക്കുകയാണ് ഉണ്ടായത്. ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? യാനം, കാരക്കൽ, ചന്ദ്രനഗർ, മസൂലിപട്ടണം. ഇത്രയും കച്ചവട കേന്ദ്രങ്ങളായിരുന്നു ഫ്രഞ്ചുകാർക്ക് ഇവിടെ ഉണ്ടായിരുന്ന പ്രധാന കച്ചവട കേന്ദ്രങ്ങളായിരുന്നത്. അടുത്തത്, ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായത് വാണ്ടിവാഷ് യുദ്ധം. നടന്നത് തമിഴ്നാട്ടിലെ വന്തവാശിയിൽ. നടന്ന വർഷം 1760. ഇനി ഈ യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് സർ ഐർക്യൂട്ടും ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് കൗണ്ട് ഡി ലാലിയുമാണ്. യുദ്ധത്തിന് ശേഷം വന്ന ഉടമ്പടി പാരീസ് ഉടമ്പടി. ഏത് വർഷം? 1763. ഇന്ത്യയിലെ വാട്ടർലൂ എന്നറിയപ്പെടുന്നത് വാണ്ടിവാഷ് യുദ്ധം. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം 1954. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വെക്കുക, മറന്നു പോകരുത്. യൂറോപ്യന്മാരുടെ വരുമെന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. എങ്കിലും നിങ്ങൾ നോക്കിയിരിക്കണം എല്ലാ ക്വസ്റ്റ്യൻസും. ഓക്കെ. അപ്പം നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അതുവരെ ബൈ. ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് റൂട്ടർ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തേക്കാം. റൂട്ടർ ആപ്പിലെ നോട്ട്സ് എല്ലാം അപ്ലോഡഡ് ആണ്.